അപ്പോൾ നമ്മൾ അടുത്തത് പറയുന്നത് കോൺക്രീറ്റ് ഘടകങ്ങളുടെ മിക്സിങ്, അതായത് മിക്സിങ് ദ മെറ്റീരിയൽ ഓഫ് കോൺക്രീറ്റ്. നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. കോൺക്രീറ്റ് നിർമ്മാണത്തിനുള്ള വസ്തുക്കളെല്ലാം വളരെ നന്നായി കൂട്ടിച്ചേർത്താൽ മാത്രമേ നിർമ്മാണ ഘട്ടത്തിൽ കോൺക്രീറ്റ് മാസിൽ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ ഘടകങ്ങളുടെ അനുപാതം കൃത്യമായിട്ട് ഓരോ തരത്തിലും ലഭ്യമാവുകയുള്ളൂ. നനഞ്ഞ സിമൻറ്റ് അഗ്രഗേറ്റിനെ പൂർണ്ണമായും മൂടാനും ശരിയായ അതിൻ്റെ ആ ഒരു മിക്സിങ്ങിന് സഹായകമാകുന്നു എന്നാണ്. കൈകൊണ്ട് യന്ത്രം ഉപയോഗിച്ച് നമുക്ക് മിക്സിങ് ചെയ്യാറുണ്ടെന്നുള്ളത് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് കോൺക്രീറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനൊരു മാസ്സായിട്ടൊരു കോൺക്രീറ്റ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അതായത് നമ്മളിതിൽ ചേർക്കുന്ന നമ്മുടെ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ടുള്ള സിമെൻറ്റും ആ വാട്ടറും കൂടി പേസ്റ്റ് പോലെ ആയിട്ട് നമ്മുടെ ഈ അഗ്രിഗേറ്റിന് കോഴ്സ് അഗ്രിഗേറ്റ് ആയാലും ഫൈൻ അഗ്രിഗേറ്റ് ആയാലും അതിന് നല്ല രീതിയിൽ അത് മിക്സിങ് ആയിട്ട് അതിന് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കതൊരു നല്ലൊരു മാസ് കോൺക്രീറ്റ് ആയിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ. അത്രേ അതിൽ പറയുന്നുള്ളൂ. പിന്നെ അതിൽ ആ മിക്സിങ്ങിന് നമുക്ക് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഹാൻഡ് മിക്സിങ്ങും രണ്ടാമത്തേത് മെഷീൻ മിക്സിങ്ങും. രണ്ട് രീതിയിലാണ് നമ്മളോട് കോൺക്രീറ്റ് മിക്സിങ് നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹാൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കത് കൈകൊണ്ട് നമ്മൾ ഷവലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് മിക്സിങ് നമുക്ക് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോമിൽ ക്ലീൻ ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടിടുകയും ആദ്യം നമ്മളതിനെ ഡ്രൈ അവസ്ഥയിൽ മിക്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതിനെ വെള്ളമൊഴിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അനുസരിച്ച് കണക്കാക്കിയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മളതിനെ ഹാൻഡ് മിക്സിങ് നല്ല രീതിയിൽ ചെയ്യും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ മോട്ടാർ മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ടാണ് നമ്മളത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. ഇനി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മോട്ടാർ മിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ചേർത്ത് കഴിഞ്ഞ ശേഷം, അതായത് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്രയാണ് 1/2 hour അല്ലേ, 30 മിനിറ്റിനകം ഈ മിക്സ്ചർ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. ചെറിയ തരം ജോലികൾക്കാണ് ഹാൻഡ് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സിങ് 10% കൂടുതൽ സിമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നു. ഹാൻഡ് മിക്സിങ്ങിന് 10% സിമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. ഹാൻഡ് മിക്സിങ് ആണെങ്കിൽ അത് ശരിയായിരിക്കും. നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്കതിലുണ്ടാകുന്ന എന്താ പറയുക, അതിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാനായിട്ടായിരിക്കും. അടുത്താണ് മെഷീൻ മിക്സിങ്. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ എല്ലാവരും ഇപ്പോൾ മെഷീൻ മിക്സിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സർ, അതിൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രം, എഞ്ചിൻ, ഇങ്ങനെ പറയുന്നത് വൈദ്യുതിയോ ഓയിൽ എഞ്ചിനോ ഉപയോഗിച്ചിട്ട് അത് പ്രവർത്തിക്കുന്ന കോൺക്രീറ്റ് മിക്സറാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വിവിധ കപ്പാസിറ്റികളുള്ള കോൺക്രീറ്റ് മിക്സറുകളുണ്ട്. റൊട്ടേറ്റിംഗ് ടൈപ്പ്, ടിൽറ്റിംഗ് ഡ്രം ടൈപ്പ്, അതുപോലെ തന്നെ അങ്ങനെ 2 തരം ടൈപ്പ് മിക്സറുകളുണ്ട്. അതുപോലെ തന്നെ മെഷീനോടനുബന്ധിച്ച് കറണ്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ലോഡിംഗ് ഹോപ്പറുകളും നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യണേ നമുക്കറിയാവുന്നല്ലേ, എല്ലാ വസ്തുക്കളും ജലമടക്കമുള്ള എല്ലാ വെള്ളമടക്കമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, മെറ്റൽ, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സിമെൻറ്റ്, വാട്ടർ അല്ലേ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രമ്മിൽ നിറച്ച ശേഷം അതിന് 1-2 മിനിറ്റ് കൃത്യമായ വേഗതയിൽ നമ്മളതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ അത് കറക്റ്റ് രീതിയിൽ നമുക്കത് മിക്സിങ് കിട്ടി നമ്മളതിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കോൺക്രീറ്റ് മിക്സിങ്. 2 രീതിയിൽ ചെയ്യുന്നു, ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും. ഇപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങളത് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾ സൈറ്റിലൊക്കെ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാണോ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിങ്ങളുടെ പേപ്പറിലേക്ക് പകർത്തി വെച്ചാൽ മതി. അല്ലാതെ ഇത് കാണാതെ പഠിച്ചിട്ട് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെങ്ങനെയാണോ സൈറ്റിൽ അത് ചെയ്യുന്നത് ആ രീതിയിലേക്ക് നിങ്ങളതിനെ പകർത്തി വെച്ചാൽ മതി, ആൻസറായിട്ട് പകർത്തി വെച്ചാൽ മതി. അപ്പോൾ കോൺക്രീറ്റ് മിക്സിങ് 2 രീതിയിലാണ്, ഹാൻഡ് മിക്സിങ്ങും മെഷീൻ മിക്സിങ്ങും. പിന്നെ അതിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിച്ചു. അതായത് കോൺക്രീറ്റിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ അകത്ത് ചേർക്കുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോയെ കുറിച്ച് പഠിച്ചു.
പിന്നെ നമ്മൾ എന്ത് പഠിച്ചേ, അത് വർക്കബിലിറ്റി, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എങ്ങനെ നമുക്കതിനെ ടെസ്റ്റ് ചെയ്യാം. ഒരു നല്ല കോൺക്രീറ്റ് ആണോ, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കോൺക്രീറ്റ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ മറക്കരുത്. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതുണ്ട്, 1 വേർഡായിട്ടും ആ ക്വസ്റ്റ്യൻ നമുക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലംബ് ടെസ്റ്റിനെ കുറിച്ച് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ സ്ലംബ് ടെസ്റ്റിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു, അതെങ്ങനെയാണ്, അപ്പോൾ കോൺക്രീറ്റിലെ മിക്സർ ഇതെങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. 2 രീതിയിൽ, ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, മെഷീൻ മിക്സിംഗ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സ് എന്താണ്, നമുക്ക് അത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരു കോൺക്രീറ്റ് നമ്മൾ അതിൽ കിടക്കുന്ന ഇൻഗ്രീഡിയൻസ്, പിന്നെ നമ്മൾ അതെങ്ങനെയാണ് അതിൻ്റെ മിക്സിങ് വരുന്നത്, അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് ചേർക്കുന്നത്, അതിൻ്റെ കണക്ക് കാര്യങ്ങൾ എങ്ങനെയാണ്, 0.50 മുതൽ 0.60, അതായത് സിമെൻറ്റിൻ്റെ വെയിറ്റിൻ്റെ 0.50 മുതൽ 60 വരെ നമ്മളതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ചേർക്കുന്നു എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ ആ മിക്സിങ് 2 രീതിയിൽ മിക്സിങ് നടത്തി. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ്സ് എന്താണ്, നമുക്ക് ഇത് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഈ കോൺക്രീറ്റിന് നമ്മൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് വേണം, ഈ മിക്സ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്കത് എവിടേക്ക് കൊണ്ടുപോകണം, നമ്മളത് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ സ്ഥലത്തേക്ക് നമുക്കത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത് ട്രാൻസ്പോർട്ടിങ് ആൻഡ് പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. സാധാരണ കെട്ടിട നിർമ്മാണ ഘട്ടത്തിലുള്ള ചെറുതരം ജോലികൾ പാനുകളിൽ നിറച്ചിരിക്കുന്ന കോൺക്രീറ്റ് മുകളിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ എന്താ പറയുക, പണ്ടൊക്കെ ഏണിപ്പടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്കതിന് വേണ്ട ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നമുക്കതൊക്കെ എത്തിക്കാനായിട്ട്. ഇതൊക്കെ പഴയ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പണ്ടൊക്കെ നമ്മൾ ചട്ടിയിലാക്കിയിട്ട് എന്ത് ചെയ്യും, ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കും. കുറച്ച് ദൂരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരിവരിയായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ചട്ടി കൈമാറി ഇങ്ങനെ പോകും. ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമുക്ക് വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും അതിനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അല്ലേ. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ രീതിയിൽ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ കൈകളിലൂടെ ഇങ്ങനെ മാറി മാറി കൊണ്ടുപോയി അതിട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഡമ്പർ, ട്രക്ക്, മിക്സർ, ബക്കറ്റ്, ചൂട്ട്, ബെൽറ്റ് കൺവെയർ, പമ്പ്, ഹോസ്റ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിനും ചെയ്യുന്നതിനുമായിട്ടുള്ള ഉപയോഗിക്കുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെൻസുകളെ കുറിച്ചിട്ട്. കോൺക്രീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഫ്രെയിമിൽ നിറയ്ക്കുമ്പോഴും താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോഴും അത് പ്ലേസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺക്രീറ്റ് കൊണ്ടുപോകുമ്പോൾ അതിൽ എന്തുണ്ടാവുക, വെള്ളം കൂടുതലായിട്ട് വേറെ, അതായത് നമ്മൾ മിക്സ് ചെയ്തതിൽ നിന്നിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വേറെ വെള്ളം അതിലേക്ക് കലരാനുള്ള സാധ്യത ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. ജലം കലരാനോ അഗ്രിഗേറ്റ് വേർതിരിഞ്ഞു പോകാനോ ഇടയാകരുത്. ആ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ, അതായത് ഈ മെറ്റലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ സിമെൻറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഒരു നല്ലൊരു മാസ് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് അതിലേക്ക് വേറൊരു വെള്ളം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം അതിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയണത്, കോൺക്രീറ്റ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഫ്രെയിം നന്നായി വൃത്തിയാക്കേണ്ടതും നനയ്ക്കേണ്ടതുമാണ് അല്ലേ. കോൺക്രീറ്റ് നമ്മൾ ഇടുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ കോൺക്രീറ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത്, കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്ന പ്രതലം എവിടെയാണോ ആ പ്രതലം നമ്മൾ എന്ത് ചെയ്യണം, വൃത്തിയായിരിക്കണം. അതുപോലെ തന്നെ അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നനച്ചു കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഡ്രൈ അവസ്ഥയിൽ നമ്മളത് പ്ലേസ് ചെയ്യരുത്. ആദ്യം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒന്ന് നനച്ചു കൊടുക്കണം. ഇപ്പോൾ എന്താ പറയുന്നത്, കുത്തനെയുള്ള വാർക്കലിന് ഉറപ്പ് കൂടിയ കോൺക്രീറ്റ് മിക്സ് ഉപയോഗിക്കുന്നത് ഒലിച്ചു പോകുന്നത് ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു പറയുന്നുണ്ട്. ഇപ്പോൾ കുത്തനെയൊക്കെയുള്ള ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഉറപ്പ് കൂടിയ കോൺക്രീറ്റ് മിക്സ് ഉപയോഗിക്കുന്നത് അല്ലേ, അതായത് വെള്ളത്തിൻ്റെ അംശം കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ആ സിമെൻറ്റ് ഒഴുകി പോകുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയല്ല വെക്കുന്നത്, അപ്പോൾ അത് ഒഴുകി പോകാൻ സഹായകമാകുന്നുള്ളത്, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്, ഏതാണ്ട് 150 മില്ലിമീറ്റർ കട്ടിയുള്ള ലെയറുകളാണ് കോൺക്രീറ്റ് നിറയ്ക്കേണ്ടത്. മാസ് കോൺക്രീറ്റിൽ 400 മില്ലിമീറ്റർ മുതൽ 500 മില്ലിമീറ്റർ വരെയുള്ള ലെയറുകൾ ആവാമെന്ന് പറയുന്നുണ്ട്. സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ പരിപൂർണമായി മൂടിക്കിട്ടാനാണ് കോൺക്രീറ്റിനെ വളരെ നന്നായിട്ട് ഇളക്കി
നിറയ്ക്കേണ്ടതാണെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കമ്പിയൊക്കെ വയ്ക്കുന്ന സമയത്ത് ഈ കമ്പി പുറത്തേക്ക് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കൂട്ടിച്ചേർത്ത ശേഷം 30 മിനിറ്റിലധികം കഴിഞ്ഞ കോൺക്രീറ്റ് മിക്സ് നിറയ്ക്കാൻ പാടുള്ളതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. മാക്സിമം അരമണിക്കൂർ ചെയ്യാവുന്ന വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നമ്മളോട് തിയറിക്കലി പറയുന്നത്. 30 മിനിറ്റിന് ശേഷം നമ്മൾ ആ കോൺക്രീറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് തിയറിക്കലി നമ്മളോട് പറയുന്നത്. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വർക്കബിലിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എല്ലാവരും. അതുപോലെ തന്നെ ചോദിക്കുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോ ചോദിക്കുക. ഇത് ഒരു ഡെഫിനിഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു 1 വേർഡ് പോലെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോൺക്രീറ്റിൻ്റെ ഗ്രേഡിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M5 മുതൽ M25 വരെ വരുന്ന അതിൻ്റെ റേഷ്യോ അങ്ങനെയാണ് ചോദ്യം വരിക. അതായത് M15 എത്രയാണ്, അപ്പോൾ 1:2:4, അല്ലെങ്കിൽ M20 എത്രയാണ്, 1:1.5:3. അപ്പോൾ അങ്ങനെ ഏതാണ് M20 എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് മിക്സിൻ്റെ റേഷ്യോ എത്രയാണ്, ആ രീതിയിൽ. അല്ലെങ്കിൽ 1:1.5:3 എന്ന് പറഞ്ഞാൽ ഏത് ഗ്രേഡാണ്, അങ്ങനെയും ചോദിക്കാം ബ്രാക്കറ്റിൽ തന്നിട്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് ലെക്ചർ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ. ഇനി അടുത്തത് വരുന്നത് കൺസോൾമെൻറ്റ് മിക്സിങ് പറഞ്ഞു. 2 തരത്തിൽ മിക്സിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. മെഷീൻ മിക്സിങ്ങും ഹാൻഡ് മിക്സിങ്ങും.